ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഷോർട്ട് ഹെയർസിന് പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈൽസാണ്. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ നല്ലപോലെ ഷോർട്ടാക്കിയിട്ടുണ്ട്. ഹെയർ കട്ടെന്ന് പറഞ്ഞാൽ ബോബ് കട്ടും പിന്നെ ലെയർ കട്ടുകൂടാണ് എൻ്റെ ഹെയർ കട്ടെന്ന് പറയുന്നത്. നല്ലപോലെ എന്നിട്ട് ഷോർട്ടാക്കി ഈ ഇടയ്ക്ക് ഷോർട്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വെളിയിലൊക്കെ പോകുമ്പോൾ കെട്ടുന്നൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. എപ്പോഴും നല്ല സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഏത് കൊച്ചു പിള്ളേർക്ക് വേണേൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതേ ഒരു വകർപ്പിലിടുക. ഞാൻ എപ്പോഴും ഈ വകർപ്പിലാണ് ഇടുന്നത്. എന്നിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ നല്ല രീതിയിൽ ഒരു ചെറിയ ഇച്ചിരി തിക്കായിട്ട് നമ്മൾ നീണ്ടിരിക്കുന്ന കൂട്ട് ഒരു ഇച്ചിരി ഹെയർ എടുക്കുക. ഇതേപോലെ എടുക്കുക. നല്ല വൃത്തിയായിട്ട് വേറെ മുടിയൊന്നും വരാത്ത രീതിയിൽ എടുത്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ അറ്റം ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യത്തില്ലേ, അതേ കൂട്ട് ചെയ്തതിന് ശേഷം ഇതുകൂട്ട് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പില്ലേ, അത് വെച്ച് ഇതേപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 എണ്ണം എടുക്കുന്നുണ്ട്. അതിങ്ങനെ വെച്ച് കുത്താം. നല്ലൊരു ക്യൂട്ട് ഹെയർ സ്റ്റൈലാണെന്ന് പറയാം. നല്ല ഹെയർ സ്റ്റൈലാണ് ഫ്രണ്ട്സ്. നല്ല ഒരു എപ്പോഴും ഞാൻ വെളിയിൽ പോകുമ്പോഴൊക്കെ കിട്ടുന്ന ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സെക്കൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നേരത്തെ നമ്മൾ വകർപ്പിട്ടേക്ക് നോട്ട് തന്നെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലോട്ട് ഫസ്റ്റ് തന്നെ ഒരു ഇച്ചിരി ഹെയർ എടുത്തതിന് ശേഷം അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വല്ല ക്ലിപ്പ് വെച്ചോ വല്ല ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അത് അല്ലെങ്കിൽ മറ്റേ നമ്മൾ ഈ ഒരു മുടിയായിട്ട് അതിങ്ങനെ ഇരുന്ന് ആയിപ്പോവും, അല്ലെ മാറിപ്പോകും. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ശേഷം നമ്മൾ ഇതേപോലെ ആ റൈറ്റ് സൈഡിലുള്ള ഒരു ഇച്ചിരി മുടി ഹെയർ ഇതേപോലെ എടുക്കുക, നല്ലപോലെ എടുക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം ഒന്ന് ഈരിക്കൊടുത്തതിന് ശേഷം ചീപ്പ് കൊണ്ടൊന്ന് ഈരിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ബാൻഡ് എടുക്കുക. ബാൻഡ് എടുത്തതിന് ശേഷം അതൊന്ന് നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതേപോലെ കെട്ടിക്കൊടുക്കുക. എന്നിട്ടിങ്ങനെ മറ്റേ വലിച്ചൊക്കെ ഒന്ന് കൊടുക്കുക. എന്നിട്ടൊന്ന് ഈരിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അതൊന്ന് അയച്ചിട്ടേക്കുക. എന്നിട്ട് ഇപ്പുറത്തെ വശവും അതേപോലെ തന്നെ ഇച്ചിരി ഹെയർ എടുത്തതിന് ശേഷം ബാക്കിയിലുള്ള നമ്മുടെ ബാക്ക് വശത്തുള്ള അതിൻ്റെ ഹെയറൊക്കെ ഒന്ന് നല്ലപോലെ ഈരിയൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ കെട്ടിയേക്കുന്ന കൂട്ട് തന്നെ ഒരു ബാൻഡ് കൂടെ എടുക്കുക. ബാക്കിൽ നിന്നൊക്കെ ഇച്ചിരി പാടാണ്, ബാക്കിൽ നിന്ന് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. ബാക്കിൽ നിന്നൊക്കെ ഒന്ന് നല്ലപോലെ ഈരിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ അടുത്ത ബാൻഡ് എടുക്കുക. നല്ലപോലെ ടൈറ്റാക്കി വെക്കുക, അല്ലെങ്കിൽ പോവും. നെക്സ്റ്റ് ബാൻഡ് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ കെട്ടുക. നേരത്തെ നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ കെട്ടിയുള്ളൂ, പക്ഷേ ഇത് ഇച്ചിരി മുടിയല്ലേ ഉള്ളൂ, ഇച്ചിരി ഹെയർ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു 3 പ്രാവശ്യമൊക്കെ കെട്ടേണ്ടി വരും. 3 പ്രാവശ്യം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കെട്ടേണ്ടി വരും. എന്നാലേ അത് ടൈറ്റായിട്ട് സെക്യൂറായിട്ട് ഇരിക്കത്തുള്ളൂ, അത് അഴിഞ്ഞു പോരുതല്ലോ. അതുകൊണ്ടാണ് ഇതേപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ടിരുന്ന മുടി ഇനി എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ടിലോട്ട് ഇട്ടിരുന്ന മുടി നമ്മൾ ഇതേപോലെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെടുത്തത്. ഇതേപോലെ എടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും 2 വകർപ്പ് ഇങ്ങനെ എടുത്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു സ്ലൈഡില്ലേ, അതെടുക്കുക, കുത്തുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഹെയർ സ്റ്റൈല്. ഉള്ളൂ നമ്മുടെ ഈ ഹെയർ സ്റ്റൈലും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും